നമസ്കാരം. ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ രമേശ് ചെന്നിത്തല കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ തോന്നിയാസങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരുമായുള്ള ചർച്ചയിലായിരുന്നു. ഉദ്യോഗസ്ഥന്മാരെ പുനർവിന്യസിക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കൃത്യമായ രാഷ്ട്രീയമായിരുന്നു സ്ഥലം മാറ്റത്തിൻ്റെ മാനദണ്ഡമായി പിണറായിയുടെ കാലത്ത് പോലീസ് അനുവർത്തിച്ചത്. അത് മുഴുവൻ അടിമുടി പൊളിച്ചെഴുതാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാനത്ത് ഒട്ടുമിക്ക പോലീസ് സൂപ്രണ്ടുമാരും പിണറായി നിയോഗിച്ചവരാണ്. CIമാരും DYSPമാരും അടക്കം അടിമുടി പരിഷ്കാരത്തിനുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കുകയും വെട്ടേണ്ടവരെ വെട്ടുകയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുകയുമാണ് ആദ്യ നടപടി. പിണറായിക്ക് വേണ്ടി ക്രിമിനൽ പ്രവർത്തികൾ ചെയ്തവർക്കെതിരെയുള്ള അന്വേഷണവും ആരംഭിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് തിരക്കിട്ട ചർച്ചകളാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിക്കൊണ്ടിരിക്കുന്നത്. രമേശിൻ്റെ ലക്ഷ്യം സദുദ്ദേശപരമാണ്, നാട് നന്നാക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് DGP റിട്ടയർ ചെയ്ത ഹേമചന്ദ്രനെ പോലീസ് ഉപദേഷ്ടാവായി നിയോഗിച്ചത്. പിണറായിയുടെ കാലത്ത് കേന്ദ്ര സർക്കാരുമായി ബന്ധമുള്ള എന്തു പറഞ്ഞാലും കേൾക്കുന്ന അഴിമതിയോട് താല്പര്യമുള്ളവരെയായിരുന്നു ഉപദേഷ്ടാക്കളായി നിയോഗിച്ചത്. അതുകൊണ്ട് ക്രമസമാധാന ചുമതലയുള്ള DGPയായി നിയമിക്കപ്പെടേണ്ട യോഗ്യത ഉണ്ടായിട്ടും പുറത്താക്കപ്പെട്ട നിരവധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. വിൻസൻ എം പോളും ഹേമചന്ദ്രനും ജേക്കബ് തോമസുമൊക്കെ അവരിൽ ഏറ്റവും അധികം ഇൻ്റഗ്രേറ്റി ഉള്ള എന്നാൽ ക്രമസമാധാന ചുമതല കിട്ടാതെ പോയവരാണ്. ജേക്കബ് തോമസ് BJPയിലേക്ക് ചേക്കേറിയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല UDF സർക്കാരിനെ. എങ്കിലും അദ്ദേഹത്തിൻ്റെ മുടങ്ങിയിരിക്കുന്ന പെൻഷൻ നൂലാമാലകൾ തീർത്ത് വിട്ടുകൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. വിൻസെൻ്റ് എം പോൾ പൊതുസമൂഹത്തിൽ ഇടപെടൽ നടത്താതെ ഒതുങ്ങിക്കഴിയുകയാണ്. ഹേമചന്ദ്രനെ പോലീസ് ഉപദേഷ്ടാവായി എടുത്തു എന്നത് നൽകുന്ന സൂചന പോലീസ് നേർവഴിക്കായിരിക്കും പോകുന്നത് എന്ന് തന്നെയാണ്. പോലീസിൽ രമേശ് ചെന്നിത്തലയുടെ വ്യക്തി താല്പര്യമോ രാഷ്ട്രീയ താല്പര്യമോ പരിഗണിക്കാനായിരുന്നെങ്കിൽ ഹേമചന്ദ്രനെ എടുക്കുമായിരുന്നില്ല. കാരണം അത്രയേറെ സത്യസന്ധതയ്ക്ക് പേരുകെട്ട ഉദ്യോഗസ്ഥനാണ് ഹേമചന്ദ്രൻ. പോൾസ് കോട്ടയിൽ പലരെയും പോലീസിൽ തിരികെ കയറ്റിയിട്ടുണ്ട് എന്ന പരാതി ആദ്യം തന്നെ അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. പിണറായിക്ക് വേണ്ടി ക്രിമിനൽ പണി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. ഇതിലേക്ക് തുടക്കം വാസ്തവത്തിൽ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച KS യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എടുത്ത കേസിൽ തീർപ്പുണ്ടാക്കുകയായിരുന്നു. പിണറായിക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന എല്ലാ കേസുകളുടെ വിശദാംശങ്ങൾ ആഭ്യന്തരമന്ത്രി ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം കള്ളക്കേസുകളും പിണറായിക്കെതിരെ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ സാധാരണക്കാരെ ജയിലിൽ അടച്ചതടക്കമുള്ള കള്ളക്കേസുകളുമൊക്കെ ഒരുമിച്ച് ഒരു സർക്കാർ ഉത്തരവിലൂടെ റദ്ദാക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഭക്തർക്കെതിരെ ചുമത്തിയ കേസുകളും പൗരത്വ ഭേദഗതി നിയമ പ്രശ്നത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ ചുമത്തിയ കേസുകളും ഇത്തരം പ്രത്യേക ഉത്തരവുകളിലൂടെ റദ്ദാക്കുമെന്ന് സൂചനയാണ് ആഭ്യന്തര വകുപ്പ് നൽകുന്നത്. എന്ന് മാത്രമല്ല, നിയമവിരുദ്ധമായി നിരപരാധികളെ പീഡിപ്പിക്കുകയും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഓരോരോ കേസുകളായി പരിശോധിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. എന്നാൽ ആദ്യപടി എന്ന നിലയിൽ AP ഷൗക്കത്ത് അലി IPSനെ ചുമതലപ്പെടുത്തിയ ആലപ്പുഴയുടെ MLA ആയ AD തോമസും അജയ് ജൂവൽ കുര്യാക്കോസും വാദികളായ കേസിൽ അതിശക്തമായ ഇടപെടൽ ആരംഭിച്ചു കഴിഞ്ഞു. AD തോമസിനെയും അജയ് ജൂവൽ കുര്യാക്കോസിനെയും പിണറായിയുടെ അകമ്പടി വാഹനത്തിൽ പോയിരുന്ന ഗൺമാൻമാർ വലിയ ദണ്ടുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ അന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. അതിന്റെ പേരിൽ സ്വാഭാവികമായി കേസെടുക്കേണ്ട പോലീസ് കേസെടുത്തില്ല. ആഴ്ചകളോളം ചികിത്സയിൽ കഴിയേണ്ടി വന്നു ക്രൂരമർദ്ദനമേറ്റ തോമസിനും അജയ്ക്കും. ഇരുവരും ഈ ഗൺമാന്മാർക്കെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു പിണറായി. പിന്നീടാണ് കോടതിയെ സമീപിച്ച് തെളിവ് ഹാജരാക്കുന്നതും കോടതി തെളിവുണ്ട് കേസെടുക്കാൻ ഉത്തരവിടുന്നതും. കോടതി പറഞ്ഞതുകൊണ്ട് കേസെടുത്തെങ്കിലും നോട്ടീസ് അയക്കുന്നതിനപ്പുറത്തേക്ക് ഗൺമാന്മാരെ വിളിച്ചു വരുത്താനുള്ള ഒരു ശ്രമവും പോലീസ് എടുത്തില്ല. ആ കേസിൽ തുടരന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടിട്ടും ഇതുവരെ ഗൗനിച്ചില്ല. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പിണറായിയുടെ പകയ്ക്കിരയായി ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൽ ഒതുക്കപ്പെട്ടിരുന്ന AP ഷൗക്കത്ത് അലി എന്ന SP-യോട് ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ സർക്കാർ ആവശ്യപ്പെടുന്നു. TP ചന്ദ്രശേഖരനെ കൊന്ന കൊടിസുനി അടക്കമുള്ളവരെ സാഹസികമായി അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹനനെ വഴിയിൽ കാറ് തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള AP ഷൗക്കത്ത് അലിയെ തുടർച്ചയായി പിണറായി പോലീസ് പീഡിപ്പിക്കുകയായിരുന്നു. എന്നാൽ ആ ബാച്ചിലെ 1-ാം നമ്പറുകാരൻ എന്ന നിലയിൽ IPS കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കൊടുത്തെങ്കിലും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആക്കി മാറ്റി ഒതുക്കിയിരിക്കുകയായിരുന്നു. അതിപ്പോൾ ഗുണകരമായി മാറി രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായപ്പോൾ. ആലപ്പുഴയിൽ നടന്ന സംഭവത്തിൻ്റെ അന്വേഷണ ചുമതല ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഏൽപ്പിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. അന്വേഷണം ഏറ്റെടുത്തപ്പോൾ DGP ആവശ്യപ്പെട്ടത്
15 ദിവസത്തിനകം റിപ്പോർട്ട് തരാനാണ്. എന്നാൽ 100 മീറ്റർ ഓട്ടം തന്നെ പൂർത്തിയാക്കി ഷൗക്കത്ത് അലി അന്വേഷണം ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. എ ഡി തോമസിനെയും അജയെയും ക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ 2 ഗൺമാന്മാരടക്കം 5 ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഇതിനോടകം ശേഖരിച്ചിരിക്കുന്നു. ഇവർ നടത്തിയത് നിയമവിരുദ്ധ പ്രവൃത്തിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആദ്യം SP തയ്യാറാക്കിയ റിപ്പോർട്ട് മുഖ്യതും ഇവിടെ നിർണായകമായി മാറുന്നു. എല്ലാ രേഖകളും ശേഖരിച്ച് ശാസ്ത്രീയമായി നിലനിൽക്കുന്ന തരത്തിൽ തെളിവുകൾ ശേഖരിച്ച് ഈ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നും അവരെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ അവരെ പുറത്താക്കണമെന്നും ശുപാർശ ഈ ദിവസങ്ങളിൽ തന്നെ കൊടുക്കുമെന്നാണ് റിപ്പോർട്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യം പണി കിട്ടുന്നത് ഈ 2 ഉദ്യോഗസ്ഥർക്കായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഗൺമാന്മാരായി തുടരാൻ അവർ പോലീസിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. എക്കാലവും പിണറായി ഭരിക്കുമെന്ന് കരുതിയായിരുന്നു അവർ ക്രൂരമർദ്ദനത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ജനങ്ങളുടെ നികുതി പണത്തിൽ ശമ്പളം വാങ്ങുന്ന പോലീസുകാരാണ് എന്ന ബോധമില്ലാതെ പിണറായിയുടെ സംരക്ഷണവും തുണയും പ്രതീക്ഷിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട 2 പേരും പോലീസിന് പുറത്തേക്ക് പോകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യാനും അന്വേഷണം പൂർത്തിയാക്കി പഴുതുകൾ അടച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും ശുപാർശ ഉണ്ടായേക്കും. മാത്രമല്ല 2 പേരും ക്രിമിനൽ കുറ്റത്തിന് വിചാരണ നേരിടുകയും ആവശ്യമെങ്കിൽ ജയിലിലാവുകയും ചെയ്യേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. പിണറായി ചിരഞ്ജീവിയാണ് എന്ന് കരുതി പിണറായിയുടെ ആജ്ഞാനുവർത്തികളായി നിരപരാധികളെ മനുഷ്യരെ വേട്ടയാടാൻ ഇറങ്ങിയ സകലരും അനുഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന. കണ്ണൂരിൽ വീണ ജോർജിന്റെ വ്യാജ കഴുത്തുളുക്കുമായി ബന്ധപ്പെട്ട് ജയിലിലാവേണ്ടി വന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്കും വിമാനത്തിൽ പിണറായിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന വ്യാജ കേസുണ്ടാക്കി ജയിലിലടച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുമൊക്കെ നീതി കിട്ടും. അതിനു കൂട്ടുനിന്ന പോലീസുകാർ പുറത്തേക്ക് പോകും. കഴിഞ്ഞ 10 വർഷം പിണറായി വിശ്വസിച്ച് സാധാരണ മനുഷ്യരുടെ നെഞ്ചത്ത് കയറിയ സകലരെയും കാത്തിരിക്കുന്നത് കൃത്യമായി തിരിച്ചടി തന്നെയാണ്. ആ ലിസ്റ്റിൽ നിയമവിരുദ്ധമായി മറുനാടനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച പോലീസുകാരുമുണ്ട് എന്ന് ആ ഉപദ്രവിച്ചവർ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും.